അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് നമ്മൾ ഫസ്റ്റ് ആ ഒരു ദിവസം കാലത്ത് തന്നെ നേരത്തെ നമ്മൾ ഡെക്കറേഷൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണിത്, ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവരും ചേർന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ആ ഒരു ഡിസൈനിലുള്ള ആ ഒരു ഡിസൈനാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് അങ്ങനെ ആ ഒരു സെറ്റ് വാങ്ങിയാലും അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മൾ എക്സ്ട്രാ ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഞാനത് വാങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു കുറച്ച് ബലൂൺ അതിലുണ്ട്, ഒരു സ്റ്റാർ അങ്ങനെയുള്ള എക്സ്ട്രാ വേറെ കിട്ടൂല. അത് സ്റ്റാറിൻ്റെ ഒന്നും വേറെ കിട്ടുന്നില്ല, ഞാൻ പോയോടത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൽ ആ ഒരു ഇതിൽ സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഞാനത് എടുത്തത് കേട്ടോ. പക്ഷെ അതിൻ്റെ 2-3-4 എണ്ണം ഉണ്ടായാൽ അതിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർച്ച് മോഡലിൽ നമ്മൾ പൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആർച്ച് നമ്മൾ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയില്ലത്. അപ്പോൾ ആർച്ചിൻ്റെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ പൈപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ. അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഇല്ലാതായി പോകും. കാരണം ഇപ്പുറത്തേക്ക് തിരിച്ചാണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീരെ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ ബർത്ത്ഡേക്ക്, നമ്മൾ കുറച്ച് പേര് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റിട്ട് നമ്മളൊപ്പം എല്ലാ കാര്യത്തിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്ക് നല്ല ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാനായിട്ട്. അത് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലും നേരത്തെ എണീറ്റിട്ടുണ്ടാവും കേട്ടോ. അതിപ്പോൾ എല്ലാ വീടുകളിലും പിള്ളേർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ടേബിൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ ടേബിൾ ഇടുമ്പോൾ സ്പേസും പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ നേരെ ഈ ഒരു ഇതിൽ സ്ഥലത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബലൂണൊക്കെ സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ നൂല് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ചെറിയൊരു ഇത് റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ബലൂൺ ഇങ്ങനെ അതിൽ ഗ്യാപ്പ് ഉണ്ടാവും, അങ്ങനെ ബലൂൺ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും ആർച്ചിന് അളവിനനുസരിച്ച് ഉണ്ടായിരുന്നത്. കുറേ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ അതിനനുസരിച്ച് ഒരു റോളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു ആർച്ചിനനുസരിച്ചുള്ള ഉണ്ടായിരുന്നു കേട്ടോ. ആർച്ച് ഇത്തിരി വലിയ രീതിയിൽ വെക്കാൻ പറ്റുള്ളൂ, ചെറിയ രീതിയിൽ വെക്കാൻ പറ്റൂല. കാരണം ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ പിടിച്ച് നിർത്താനായിട്ട് വേറൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളതൊരു സെറ്റപ്പിൽ അവിടെ അങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ബലൂണൊക്കെ വെച്ച് പിന്നെ കുറേ ബലൂണ് നമുക്കിനി പിന്നെ വാങ്ങാനുണ്ടായിരുന്നു. ബലൂണ് പിന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വീർപ്പിച്ചൊക്കെ വരുമ്പോൾ കുറേയൊക്കെ പൊട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനിയും എക്സ്ട്രാ നമുക്കിനി വാങ്ങാനുണ്ടായിരുന്നു. വയലറ്റ് ആയിരുന്നു നമ്മളെ തീം. പക്ഷേ അതിനനുസരിച്ചുള്ള ബലൂണ് വയലറ്റ് നമ്മൾ പിങ്ക് വിചാരിച്ച പോലെ പീച്ച് കളർ ഇതിലുണ്ടായിരുന്നതാണ്. പിന്നെ പിങ്ക് വിചാരിച്ച പോലത്തെ ഒരു കളറായിരുന്നില്ല, കുറച്ച് ഭയങ്കര ഇതായിപ്പോയി, ലൈറ്റ് പോലെ ആയിപ്പോയി. അപ്പോൾ അതിന് മാച്ച് പോലെ തോന്നുന്നില്ല. എന്നാലും എല്ലാം കൂടി വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ഒരു കർട്ടൻ മോഡലായിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ സാധാരണ ഇങ്ങനെ നൂല് പോലുള്ള ആ ഒരു ഇതല്ലേ കണ്ടിട്ട്, അതാണ് സാധാരണ എല്ലായിടത്തും കാണാറ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ സിൽവർ കളറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവത്തിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒരു ക്ലാസ് ഫീൽ കിട്ടും, കുഴപ്പമില്ല, ഒരു വൃത്തി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗോൾഡ് തന്നെ ഞാൻ സെലക്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ച ആ ഷോപ്പിലുണ്ടായിരുന്നില്ല, വേറൊരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയതിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം ആ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബലൂൺ വാങ്ങുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ ബലൂണ് വെച്ചാൽ മതിയല്ലോ. നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നാക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. പിന്നെ ബലൂണ് പൊട്ടിയ സ്ഥിതിക്ക് കുറേ ടൈം അങ്ങനെയും പോയി. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ വേറൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കൊളുത്തി ഇതാക്കി ആ സ്ലിങ്ങുമ്മ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ ഒരു നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ആ ജനലുമ്മ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടിയും വൃത്തിയുണ്ട്. ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും, വീഡിയോയിലൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇനിയും ബലൂൺസ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്ന് ഫില്ലായി നിൽക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ട്വിൻ ബേബീസ് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ടൈമൊക്കെ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഫുഡ് നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വാപ്പയും അനിയനും കൂടിയിട്ട്
പോകാനായിട്ട് നിൽക്കാനായിട്ട്, അതാണ് വണ്ടി ഇറക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ പോയി ഫുഡ് എടുത്ത്, പിന്നെ അതുപോലെ കേക്കും ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കും അതിനടുത്ത് തന്നെയാണ് അവരെ വീട്, ഓർഡർ ചെയ്തതിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് കേക്ക് കൊടുത്തിട്ട് അവർ വരും. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇവിടെ എല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് ആവും. അപ്പോൾ ഇവിടെ കേക്ക് ഫില്ല് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഈ ഒരു ഫോട്ടോ ഒട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഫോട്ടോ ഞാൻ ഉമ്മൂസിൻ്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് എൻ്റെയും കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടി നിൽക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നിക്കൂ. അപ്പോൾ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേയുടെ ആയൊരിത് ഗ്യാപ്പിൻ്റെതനുസരിച്ച് വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ വ്യക്തി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡബിൾ ടാപ്പൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഒട്ടിക്കുകയാണ്. അപ്പോൾ അതും കൂടി വന്നപ്പോഴൊരു ഫുള്ളായ പോലെ, ഒരു കംപ്ലീറ്റ് ആയ പോലെ തോന്നി. എന്തായാലും മാഷാഅല്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇനി വെൽക്കം ഡ്രിങ്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഓരോരുത്തർ വന്ന് തുടങ്ങും. എൻ്റെ ഉമ്മ ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനനിയത്തിയും കൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഇതൊന്നുമില്ല. പിന്നെ അവിടെ ക്ലീൻ ആക്കിയിടണം. പിന്നെ വെറും ചോറിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഉമ്മ ആദ്യമേ തന്നെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് തന്നെ ചെയ്ത് വെച്ചത് നേരത്തെ തന്നെ. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ മൈലാഞ്ചി ഞാൻ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്നും ഇട്ടതാണ്. നമ്മൾ അത് വലിയ കാര്യമായിട്ടൊന്നും വന്നില്ല. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ട് എവിടെയും ക്ലീൻ ആക്കിയപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, കാരണം അത്രയും എഫേർട്ട് എടുത്തതിനുള്ളത് അത്രയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബലൂൺ കൂടുതൽ വേണം, അതാണ് ഏറ്റവും മുഖ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ ഓക്കേ.